നമ്മുടെ ഒരു സുഹൃത്തിന് ഫെബ്രുവരി 9-ാം തീയതിയാണ് ടെസ്റ്റ്. ലേണേഴ്സ് എല്ലാം പാസ്സായിട്ടുണ്ട്. സ്കൂട്ടിയിലും ലൂണയിലും ഓടിച്ചു നോക്കി. ലൂണയിൽ കാലെത്തുന്നുണ്ട്, സ്കൂട്ടിയിൽ കാലെത്തുന്നില്ലെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ സ്കൂട്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 135 mm മാത്രമേ ഉള്ളൂ. പക്ഷേ ലൂണയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ 170 mm ആണ്. എന്ന് വെച്ചാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതൽ ലൂണയ്ക്ക് തന്നെയാണ്. എന്ന് വെച്ചാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ റോഡും വണ്ടിയുടെ ആ ബോഡിയും തമ്മിലുള്ള പൊക്കം ഏകദേശം ആ ഒരു ഹൈറ്റാണ് നമ്മൾ ഗ്രൗണ്ട് ക്ലിയറൻസ് നിന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൊക്കം ലൂണയ്ക്കാണെങ്കിലും കാലെത്തുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ലൂണയ്ക്ക് വണ്ണം കുറവാണ്, വളരെ വണ്ണം കുറവാണ്. പക്ഷേ സ്കൂട്ടിക്ക് കുറച്ച് വണ്ണമുണ്ട്, ആ ബോഡിക്ക് ആ പ്ലാറ്റ്ഫോമിനൊക്കെ കുറച്ച് വീതിയുണ്ട്. നമ്മൾ കാൽ അത്രയും നീട്ടി പുറത്തേക്ക് വെക്കുമ്പോഴാണ് അത് എത്താതിരിക്കുന്നത്. പിന്നെ ലൂണയിൽ ഉള്ള സ്കൂട്ടിയിലുള്ള പഠിത്തം നിർത്തണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഏത് വണ്ടിയിലാണോ ടെസ്റ്റ് എടുക്കുന്നത് ആ വണ്ടിയിൽ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ലൂണയിൽ പഠിച്ചു പോയിട്ട് സ്കൂട്ടിയിൽ ടെസ്റ്റ് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കത്തില്ല. പിന്നെ സ്കൂട്ടി പോലുള്ള വണ്ടികളിൽ ടെസ്റ്റ് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എടുക്കാനൊക്കെ വളരെ എളുപ്പം ലൂണ പോലുള്ള വണ്ടിയാണ്. ലൂണ XL 100 എന്നൊക്കെ പറഞ്ഞ ആ മോഡലാണ് ശരിക്കും ഏറ്റവും എളുപ്പം. ഈ ഹൈറ്റ് ഒന്നും ഇത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല വണ്ടി ഓടിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും. പക്ഷേ ടെസ്റ്റിന്റെ സമയത്ത് വരുമ്പോൾ കാല് എത്താത്തത് ഒരു പ്രശ്നം തന്നെയാണ്. ചിലപ്പം ഈ കാല് എത്തുന്നില്ല എന്നുള്ള ടെൻഷൻ കൊണ്ട് ചിലപ്പോൾ ടെസ്റ്റ് ചില ആൾക്കാർ ഫെയിലായി പോകും. നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയായിരിക്കും. ഈ ടെൻഷനാണ് ഏറ്റവും പ്രധാന കാര്യം. അപ്പോൾ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടി ഏതാണെന്ന് വെച്ചാൽ നമ്മൾ തിരഞ്ഞെടുക്കണം. അത് ടെസ്റ്റിന് മുമ്പ് തന്നെ ഓടിച്ച് നമ്മൾ സെറ്റ് ആയിരിക്കണം. ഈ ടെസ്റ്റിന് ചെല്ലുന്ന സമയത്ത് ഒരു പുതിയ വണ്ടി തന്നു, ആ വണ്ടിയിൽ ഓടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കക്കാരെ സംബന്ധിച്ച് അത് പറ്റത്തില്ല. കാരണം അവർ ഓടിച്ച് പഠിച്ച് വരുന്നതേ ഉള്ളൂ. പെട്ടെന്ന് മാറി മാറി ഓടിക്കുന്ന സമയത്ത് ആ ഒരു ബുദ്ധിമുട്ട് വരും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ഓടിച്ച് കുറച്ചായി കഴിയുമ്പോഴത്തേക്കിന് ഏത് വണ്ടി മാറി ഓടിച്ചാലും നമുക്ക് ആ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ ഏത് പുതിയ വണ്ടി എടുത്താലും എത്ര പരിചയമുള്ള ആൾക്കാർക്കായാലും ആ വണ്ടിയായിട്ട് സെറ്റ് ആയി വരാൻ 1-2 മിനിറ്റ് എടുക്കും. പക്ഷെ അത് പഠിച്ച് വരുന്ന ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ ടൈം എടുക്കും. നമുക്ക് ടെസ്റ്റിന് അങ്ങനെ കൂടുതൽ ടൈം എടുത്ത് വണ്ടി നോക്കാനൊന്നുള്ള ടൈം കിട്ടത്തില്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കുക. കഴിവതും ലൂണ പോലുള്ള വണ്ടിയിൽ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കാലെത്താൻ പറ്റും. കാരണം വണ്ടിക്ക് വണ്ണം കുറവായതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ലൂണ പോലുള്ള വണ്ടികൾ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആ വണ്ടിയിൽ തന്നെ ടെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ റോഡ് ടെസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ ചോദിക്കുക. നിങ്ങളുടെ ആ സ്ഥലത്ത് ഏത് രീതിയിലാണ് ടെസ്റ്റ് നടക്കുന്നത്, ഏത് സ്ഥലത്ത് വെച്ചാണ്. ഇപ്പം മിക്കവാറും വണ്ടികളൊക്കെ വരുന്ന റോഡിൽ വെച്ചാണ് മിക്ക സ്ഥലങ്ങളിലും. കരുനാപ്പള്ളിയിലൊക്കെ അങ്ങനെയാണ് ടെസ്റ്റ് നടന്നത്. അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് റോഡ് ടെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി കഴിയുമെങ്കിൽ അതുപോലുള്ള തിരക്കുള്ള റോഡുകളിൽ തന്നെ ഓടിച്ചൊന്ന് തെളിയാൻ ശ്രമിക്കുക. കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ തിരക്കുള്ള റോഡിലോട്ട് ഇറങ്ങി ഓടിക്കുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. കാരണം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും നമ്മൾ തെറ്റായിട്ട് കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഫെയിൽ ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഏത് രീതിയിലാണ് ടെസ്റ്റ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടി തിരഞ്ഞെടുക്കുക. ധൈര്യമായിട്ട് ടെസ്റ്റിന് പോവുക. നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടും വളരെ ടെൻഷൻ ഇല്ലാതെയും ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ടെൻഷൻ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക. ഇനി ടെസ്റ്റിന് പോകുന്ന ആൾക്കാർ ടെസ്റ്റ് പാസ്സാകുന്നതിനെ കുറിച്ച് ചിന്തിക്കുക വേണ്ട. നമുക്ക് എത്ര നല്ലതായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അവിടെ കാണിക്കാൻ പറ്റും അത് മാത്രം ആലോചിച്ചാൽ മതി. ബാക്കി കാര്യങ്ങൾക്ക് താനെ നടന്നോളൂ. 2 വീലർ ഓടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ എത്ര ചെറുതാണെങ്കിലും ചോദിക്കാനായിട്ട് മടിക്കണ്ട. ഉറപ്പായിട്ടും നിങ്ങൾക്കുള്ള മറുപടി ഞാൻ തരാം.